നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഫോം ഹാൻഡ്ലിംഗ്. What is a form? When you log into a website or into your mailbox, you are interacting with a form. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു GUI ഇന്റർഫേസ് വിൻഡോയെ നമുക്ക് എന്തെന്ന് ചുരുക്കത്തിൽ പറയാം, ഒരു ഫോം എന്ന് പറയാം. നമുക്കൊരു യൂസർക്ക് എന്താണ്, നമ്മൾ വെബുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോം ഇന്റർഫേസ് വേണം. എക്സാമ്പിൾസ് ആണ് നേരത്തെ പറഞ്ഞു. ഒരു സൈറ്റ് വിളിക്കുക, അല്ലെങ്കിൽ ഒരു മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യുക, ഈ രീതിയിലൊക്കെ നമുക്ക് കാണുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ഫോം എന്ന് പറയാം. Forms are used to get input from the user and submit it to the web server for processing. User കമ്പ്യൂട്ടറിലോട്ട് ഡേറ്റ കൊടുക്കാൻ വേണ്ടി ഇന്റർഫേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, ഫോം ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫോമിൽ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോമിൽ വഴി നമ്മൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റ ബാക്ക് എൻഡിലുള്ള സെർവറിലോട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടി സെൻഡ് ചെയ്യപ്പെടും. അതിന്റെ സിമ്പിൾ ഒരു ഡയഗ്രമാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഒരു ലോഗിൻ ഫോം ഉണ്ട്. ലോഗിൻ ഫോമിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്താൽ അത് ഫോം ഡേറ്റ എപ്പോഴാണോ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഫോം ഡേറ്റ അത് സെർവറിലോട്ട് സെൻഡ് ചെയ്യും. ഫോം ഡേറ്റ സബ്മിറ്റ് ടു ദ സെന്റർ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പോസ്റ്റും ഗെറ്റും ആക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് വരും സ്ലൈഡുകളിൽ നോക്കാം. ഇനി സബ്മിറ്റ് ചെയ്യപ്പെടുന്ന സാധനം എന്തിനായിരിക്കും സാധാരണ ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒരു യൂസർ വാലിഡ് യൂസർ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാം, അയാളുടെ പാസ്വേഡ് ആണോ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഡേറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ വെച്ച് എന്താണ് അയാൾക്കുള്ള മാർക്ക് ലിസ്റ്റ് പ്രിന്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്കുള്ള ID കൊടുത്താൽ അയാൾക്കുള്ള സാലറി സ്ലിപ്പ് പ്രിന്റ് ചെയ്യാനായിരിക്കും. ഇങ്ങനെയുള്ള പ്രോസസ്സിങ്ങുകളൊക്കെ ചെയ്യുന്ന എവിടെ ആയിരിക്കും? സെർവർ സൈഡിലുള്ള ഒരു സെർവർ PHP ഫയൽ ആയിരിക്കും ആ പ്രോഗ്രാം ചെയ്യുന്നത്. അന്നേരം നമ്മൾ ലോഗിൻ ഫോം വഴി കൊടുക്കുന്ന ഇൻഫർമേഷൻ ഫോമിൽ നിന്നും സബ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് എവിടോട്ട് സബ്മിറ്റ് ചെയ്യും? സെർവറിലോട്ട് സെൻഡ് ചെയ്ത് ആ സെർവറിനകത്തായിരിക്കും അത് പ്രോസസ് ചെയ്യുന്നത്. ആ പ്രോസസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് സ്ക്രീനിൽ തിരിച്ച് കിട്ടുന്നത്. ഓക്കെ. A form is an HTML tag that can contain graphical user interfaces items such as input box, checkbox, radio buttons, etc. നമ്മുടെ ഫോംസ് പണ്ട് HTML പഠിച്ചപ്പോൾ അതൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അതേ ടാഗ് ഉപയോഗിച്ച് തന്നെ ഇവിടെയും നമുക്ക് ഫോം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് യൂസർ ഇന്റർഫേസിന് ഉപയോഗിക്കുന്ന പഴയ കൺട്രോൾസ് നമ്മൾ പഠിച്ചു. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ബോക്സോ ചെക്ക് ബോക്സോ ഒക്കെ നമുക്ക് റേഡിയോ ബട്ടൺസോ ഒക്കെ തന്നെ വിവിധങ്ങളായ രീതിയിൽ യൂസർ ഇന്ററാക്ഷന് വേണ്ടി ഉപയോഗിക്കാം. The form is defined using the form and end form tags. GUI items are defined using form elements such as input. ഇത് നമ്മൾ HTML ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നിങ്ങൾക്ക് HTML സെഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മാത്രമേ ഉള്ളൂ. Forms come in handy when developing flexible and dynamic applications that accept user inputs. ഡൈനാമിക് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോസസ് ചെയ്ത് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന ടൈപ്പ് വെബ് പേജസിനെ നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയും. അതിനാൽ ഡൈനാമിക് റിസൾട്ട്സ്, പ്രോസസ്സിന്റെ റിസൾട്ട്സ് കിട്ടുന്ന വെബ് പേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഫോം വഴി മാത്രമേ നമുക്ക് ഇന്ററാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. അല്ലാത്തയാണെങ്കിൽ എന്താണ്, വെറും സ്റ്റാറ്റിക് വെബ് പേജസ് ആയിരിക്കും. അന്നേരം സെർവർ സൈഡിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി നിർവഹിച്ച് തിരിച്ചു കൊണ്ട് ചേർണമെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് PHP പ്രോഗ്രാംസ്. Forms can be used to edit already existing data from the database. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ തെറ്റായി പോയി അത് തിരുത്തണം. അല്ലെങ്കിൽ ഒരാൾ പരീക്ഷ എഴുതി, എക്സാം എഴുതി, അയാൾക്കുള്ള മാർക്ക് ആൻസർ ഷീറ്റ് വെരിഫൈ ചെയ്ത് അയാൾക്ക് ഒരു മാർക്ക് കിട്ടി, അത് എൻ്റർ ചെയ്യണമല്ലോ. അതിന് എന്താണ്, ആൾറെഡി രജിസ്റ്റർ നമ്പർ കൊടുത്ത് അയാൾക്കുള്ള മാർക്സ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി ചിലപ്പോൾ അയാൾ റീവാല്യൂഷൻ കൊടുക്കുമായിരിക്കും. റീവാല്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും മാർക്ക് ചേഞ്ച് ഉണ്ടാവും. അന്നേരം ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ എടുത്ത് എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് വേണം. അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയിയുടെ
സാലറിയുടെ ബേസിക് പേയിലുള്ള സ്കെയിലിൽ വ്യത്യാസം വരുത്തി നമുക്ക് എന്താണ് നിലവിലുള്ള ബേസിക് പേ മാറ്റി അത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആനുവൽ ഇൻക്രിമെന്റ് വന്ന് ഓക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ഡേറ്റയിൽ മാറ്റം വരുത്താനും ഫോം വഴി നമുക്ക് പറ്റും. ഫോം വഴി സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് മോഡിഫൈ ചെയ്ത് ഡേറ്റാബേസിൽ കൊണ്ട് പെർമനന്റ് ആയിട്ട് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുകയും ഫർദർ പ്രോസസിങ്ങിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് എൻ്റർ ചെയ്ത ഇൻഫർമേഷൻസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി how will you create a form? We will use HTML tags to create a form. എന്നിട്ട് below is the minimal list of things you need to create a form. ഫോം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും വേണം. അതിന്റെ ഫോം എന്നുള്ള ടാഗും ഫോമിന്റെ ക്ലോസിംഗ് ടാഗും വേണം. ഫോമിനകത്ത് എന്ത് വേണം? ഫോം സബ്മിഷൻ ടൈപ്പ് പോസ്റ്റ് ഉണ്ട്, ഗെറ്റ് ഉണ്ട്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓപ്പറേഷൻ വഴിയോ ഗെറ്റ് ഓപ്പറേഷൻ വഴിയോ നമുക്ക് സെർവറിലോട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും. Submission URL that will process the submitted data. സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഡേറ്റ പ്രോസസ് ചെയ്യേണ്ട ജോലി ഏതാണ്? ആ URL-ന്റെ ആണ്, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്ററിന്റെ ജോലിയാണ് അത് സെർവറിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ജോലി. അന്നേരം പോസ്റ്റ് ആക്ഷൻ വഴിയോ ഗെറ്റ് ആക്ഷൻ വഴിയോ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആ URL വഴിയാണ് എങ്ങോട്ട് സെൻഡ് ചെയ്യപ്പെടുന്നത്? സെർവറിലോട്ട് സെൻഡ് ചെയ്യപ്പെടുന്നത്. ഇൻപുട്ട് ഫീൽഡ്സ് സച്ച് ആസ് ഇൻപുട്ട് ബോക്സസ്, ടെക്സ്റ്റ് ഏരിയാസ്, ബട്ടൺ, ചെക്ക് ബോക്സസ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതേപോലെ ബട്ടൺസ് ഉപയോഗിച്ചാണ്, കൺട്രോൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഫോമിൽ ഡേറ്റ ഗെറ്റ് ചെയ്യുകയോ അതിന്റെ ആക്ഷൻസ് എടുക്കുകയോ ചെയ്യുന്നത്. എന്നിട്ട് ഇത് സെർവറിലോട്ട് സെൻഡ് ചെയ്തപ്പോഴാണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ്. ദിസ് ഇസ് എ സിമ്പിൾ എക്സാമ്പിൾ, HTML ഫോം വിത്ത് 2 ഇൻപുട്ട് ഫീൽഡ്സ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ ഉണ്ടല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഫോം ഉണ്ടാക്കിയ ആക്ഷൻ ഈക്വൽ ടു webcom.php. അന്നേരം എപ്പോഴാണോ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യപ്പെടുന്നത് അന്നേരം പ്രോസസ് ചെയ്യാനുള്ള ഏത് പ്രോഗ്രാം ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞേക്കണം? ആക്ഷൻ ആയിട്ട് welcome.php എന്നുള്ള പ്രോഗ്രാമിന് PHP പ്രോഗ്രാമത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് ഏതാണ്? പോസ്റ്റ് മെത്തേഡാണ്. പോസ്റ്റ് മെത്തേഡിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യാം? ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിന്റെ ഡിഫറൻസ് വരും സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. എന്നിട്ട് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ടൈപ്പ് ആണ്, നെയിം ഗെറ്റ് ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണുമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഫോം ഉണ്ടാവുന്നത് ഉണ്ടല്ലേ. ഒരു നെയിം എന്നുള്ള ലേബൽ ഉണ്ട്, അതിന് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇമെയിൽ ഉണ്ട്, അതിന് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. അടുത്ത മൂന്നാമത്തെ ഇൻപുട്ട് ടൈപ്പ് എന്തിനാണ്? ഒരു സബ്മിറ്റ് ബട്ടൺ ആണ്. സബ്മിറ്റ് ബട്ടൺ ഇതിൽ ഇവിടെ നമ്മൾ ഡേറ്റ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ഒരു സബ്മിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എപ്പോഴാണോ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് അന്നേരം അതിന്റെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽ ഏതാണ്? welcome.php എന്നുള്ള ഫയലാണ്. അടുത്ത സ്ക്രീനിൽ നമുക്ക് welcome.php ഫയലിലെ കാര്യങ്ങൾ നോക്കാം. When the user fills out the form above and clicks the submit button, okay, നേരത്തെ പറഞ്ഞായിരുന്നു, the form data is sent for processing to a PHP file named welcome.php. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. The form data is sent with the HTTP post method. അതായത് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ കാണുന്ന റെഡ് കളറിൽ എഴുതിയേക്കുന്നതാണ് welcome.php ഫയൽ. അതിനകത്ത് നമ്മൾ എന്തൊക്കെ നോക്കുക? അവിടുന്ന് ആ ടെക്സ്റ്റ് ബോക്സ് വഴി കൊടുത്തിട്ടുള്ള നെയിമും ഇമെയിലും ഇവിടെ നമുക്ക് ഫെച്ച് ചെയ്യണം. അതിനുവേണ്ടി കണ്ടില്ല, വെൽക്കം എന്നൊരു മെസ്സേജ് വരണം. ഔട്ട്പുട്ട് ആദ്യം കണ്ടിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കണ്ടില്ല, വെൽക്കം അരുൺ എ ബി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സ്ക്രീനിൽ നമ്മൾ കണ്ടെടുത്ത് നെയിമിന്റെ അവിടെ അരുൺ എ ബി എന്നാണ് കൊടുക്കുകയും ഇമെയിലിലൂടെ arun.ab@gmail.com എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ അവിടെയുള്ള ടെക്സ്റ്റ് ബോക്സിലെ കണ്ടന്റ് പോസ്റ്റ് വഴിയാണെങ്കിൽ HTTP പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് സെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? $post എന്താണ് നെയിം ഫീൽഡിലെ കണ്ടന്റ് ഫെച്ച് ചെയ്യാൻ പറഞ്ഞു. പ്രീവിയസ് സ്ക്രീനിൽ ആ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് എന്തായിരുന്നു? നെയിം ആയിരുന്നു. അത് നെയിമിലെ ഫീൽഡിൽ കണ്ടന്റ് ഇവിടെ കാണിച്ചു തരാൻ പറയുമ്പോൾ എന്ത് വന്നു? വെൽക്കം എന്നുള്ള കോൺസ്റ്റന്റ് മെസ്സേജിന്റെ കൂടെ അരുൺ എ ബി എന്നാണ് പ്രീവിയസ് സ്ക്രീനിൽ നമ്മൾ എൻ്റർ ചെയ്യപ്പെട്ടെങ്കിൽ അരുൺ എ ബി എന്ന് ഇവിടെ കാണിക്കും. അത് അയാളുടെ ഇമെയിൽ നെയിമും ഇമെയിലും ഇവിടെ കറസ്പോണ്ടിങ് കാണിക്കും. ഓക്കെ, ക്ലിയർ? പ്രീവിയസ് സ്ക്രീനിൽ നിന്ന് നമ്മൾ welcome.php ആണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്നതും ആ ഡേറ്റ സെൻഡ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ആ പോസ്റ്റ് മെത്തേഡ് ആയ അയച്ചത് തന്നെ $post ഉപയോഗിച്ച് നമുക്ക് ആ ഫീൽഡിലെ കണ്ടന്റ് നമ്മൾ ഫെച്ച് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി ഫോം ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ്സ്. There are 2 ways the browser, client, can send information to the web server. നമ്മൾ കൊടുക്കുന്ന സ്ക്രീനിൽ നിന്നും വെബ് സെർവറിലോട്ട് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി 2 മാർഗങ്ങൾ ഉപയോഗിക്കാം. ഒന്ന് ഗെറ്റും അടുത്തത് പോസ്റ്റും. Get method. This method display the form values in the URL. നമ്മൾ വെബ് അഡ്രസ്സിന്റെ കൂടെ തന്നെ അതിന്റെ പാർട്ടായിട്ട് തന്നെ
ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് ഇവിടെ സെൻഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുക? ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുക. It is ideal for search engine forms as it allows the user to bookmark the results. നമുക്ക് ചില പേജസ് അതേപോലെ തന്നെ കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സമയങ്ങളിൽ ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. The post method ആണ് അടുത്ത. The array variable can be accessed from any script in the program and it has a global scope. ഇതെന്ന് പറഞ്ഞാൽ URL പാർട്ടായിട്ട് അയക്കത്തില്ല, പക്ഷേ അറേ വേരിയബിൾസ് ഈ വേരിയബിൾസ് എല്ലാം ഡേറ്റ കാണും. നമ്മൾ $_post ഉപയോഗിച്ച് PHP പ്രോഗ്രാമിൽ നിന്നത് ഫെച്ച് ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് ഡീൽ വെൻ യു ഡു നോട്ട് വാണ്ട് ടു ഡിസ്പ്ലേ ഫോം പോസ്റ്റ് വാല്യൂസ് ഇൻ ദ എന്ന് പറഞ്ഞാൽ URL പാർട്ടായിട്ട് നമ്മൾ സെൻഡ് ചെയ്യപ്പെടുന്ന ഡേറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കണം? പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കണം. ഡേറ്റ കാണുന്ന രീതിയിലാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഗെറ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. A good example for using post method is when you submitting the login details of നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്തുള്ള URL പാർട്ടാണ് അത് കാണിച്ചാൽ അത് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ രീതിയിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോം ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കുക? പോസ്റ്റ് മെത്തേഡ്. രണ്ടാം സെന്റൻസ് ആണ് പ്രധാനം. This method is ideal when you do not want to display the form post values in the URL. ഇനി അത് ആ പോസ്റ്റും ഗെറ്റും മെത്തേഡ് ഉപയോഗിച്ച് സെൻഡ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് PHP ഫയലിൽ നിന്നും ഗെറ്റ് ചെയ്യാൻ വേണ്ടി $_post-ഉം $_get-ഉം വേരിയബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? ഇൻ PHP $post and $_get variables are used to collect values from HTML forms using method post and get. Information sent from a form with the post method is invisible and has no limit on the amount of information to send. അതായത് പോസ്റ്റ് ഉപയോഗിച്ചാണെങ്കിൽ അത് സെൻഡ് ചെയ്യുമ്പം അത് ഇൻവിസിബിൾ ആയിരിക്കും. അതേപോലെ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷന് ലിമിറ്റും ഇല്ല, നോർമൽ കേസ്. അതാണ് ഇവിടെ കണ്ടില്ലേ അതിലെ ലോക്കൽ ഹോസ്റ്റ് registration.php അതിന്റെ URL പാർട്ടായിട്ട് പിന്നെ ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നില്ല. ഇൻവിസിബിൾ ആയിട്ട് അറേ വേരിയബിൾസ് കാണും. നമുക്കത് PHP പ്രോഗ്രാമിൽ നിന്നും ഗെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Information sent from an HTML form with the get method is displayed on the browser's address bar and it has a limit on the amount of information sent. അതിന് കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് മാത്രമേ ഗെറ്റ് വഴി സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ കാണിക്കും. ലോക്കൽ ഹോസ്റ്റ് registration.php കണ്ടില്ലേ? നെയിം ഈക്വൽ ടു അലക്സ്, ഇമെയിൽ ഈക്വൽ ടു alex_40@gmail example.com. ഈ രീതിയിലാണ് URL പാർട്ടായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കപ്പെടുക. എങ്ങനെയാണെങ്കിൽ ഗെറ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോസ്റ്റ് മെത്തേഡ് ആണ് എന്ത് ചെയ്യണം? URL പാർട്ടായിട്ട് സെൻഡ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ ഇൻവിസിബിൾ ആയിരിക്കും. പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഏത് വേരിയബിൾ ഉപയോഗിക്കണം? $_post വേരിയബിൾ ഉപയോഗിക്കണം. ഗെറ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് ചെയ്യണം? $_get വേരിയബിൾ യൂസ് ചെയ്യും. അടുത്ത PHP $request. The $request variable contains the constants of get, $post and $cookie. Cookie എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻഫർമേഷൻസ് ഡംപ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കുക്കി എന്ന് പറയും. ഈ രീതിയിലുള്ള ഏത് വേണമെങ്കിലും ഫെച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? $get ഉപയോഗിച്ചായാലും പോസ്റ്റ് ഉപയോഗിച്ചായാലും $cookie ഉപയോഗിച്ചായാലും സെൻഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം? നമ്മൾ $_request ഉപയോഗിച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കുക. വെൽക്കം PHP echo $request നെയിം ഗെറ്റ് ചെയ്യുന്നു. കണ്ടില്ലേ? അടുത്ത് നമ്മൾ $request ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഇമെയിൽ ഗെറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് $_request വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് ഗെറ്റിന്റെയും പോസ്റ്റിന്റെയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അന്നേരം ഫോംസിന്റെ ബേസിക് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കിയത്.